ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. മികവ് തെളിയിച്ച ക്രിയേറ്റീവ് ഫെസ്റ്റ് നെല്ലിക്കുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ക്രിയേറ്റീവ് ലാബിലെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെയും സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളുടെയും പ്രദർശനവുമായി ശ്രദ്ധേയമായി. ഫെബ്രുവരി 18 സ്കൂൾ ക്യാമ്പസിൽ സംഘടിപ്പിച്ച ക്രിയേറ്റീവ് ഫെസ്റ്റ് ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കിയിട്ടാണ് നമ്മുടെ സർക്കാർ അതേപോലെ എല്ലാ അതിന്റെ എന്ത് പഠിക്കണം, ബഡിങ് പഠിക്കണം. ബഡിങ് ഏത് ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുന്നത്? വായിച്ചു പഠിക്കുന്നതിനോടൊപ്പം ഞങ്ങൾക്ക് ചെയ്തു പഠിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചർമാരോട് ആവശ്യപ്പെടണം കേട്ടോ. അതേപോലെ ഫാഷൻ ഡിസൈനിങ് നമ്മുടെ സുമ ടീച്ചർ ഉണ്ട് അല്ലേ. വാർഡ് മെമ്പർ CP ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപകൻ അബ്ദുൾ ജലീൽ സ്വാഗതം ആശംസിച്ചു. ഒറ്റപ്പാലം BPC PM വെങ്കിടേശ്വരൻ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനിത K, പഞ്ചായത്ത് അംഗങ്ങളായ സോജൻ ജോൺ, SMC ചെയർമാൻ AK പ്രഭാഷ്, PTA വൈസ് പ്രസിഡന്റ് അലി, അധ്യാപകരായ ശ്രീമതി രാധാമണി, K സുധീർ എന്നിവർ ആശംസകൾ നേർന്നു. PTA പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ നന്ദി രേഖപ്പെടുത്തി. സമഗ്ര ശിക്ഷ കേരള, കുസാറ്റ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ 3.5 ലക്ഷം രൂപ ചിലവിലാണ് ക്രിയേറ്റീവ് ലാബ് സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ ക്രിയേറ്റീവ് ലാബ് സൗകര്യമുള്ള ഏക വിദ്യാലയം എന്ന പ്രത്യേകതയും നെല്ലിക്കുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിനുണ്ട്. പ്രദർശനത്തിൽ കുട്ടികൾ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങൾ സന്ദർശകർ ആകാംക്ഷയോടെ കാണുകയും വില നൽകി വാങ്ങുകയും ചെയ്തു. പ്രത്യേകിച്ച് LED ബൾബുകൾക്ക് ആവശ്യക്കാർ കൂടിയതോടെ അവിടെ തന്നെ നിർമ്മിച്ചു നൽകിയും വിദ്യാർത്ഥികൾ പ്രശംസ നേടി. പ്രീ പ്രൈമറി മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പ്രദർശനം കാണാനെത്തി. കഴിഞ്ഞ 15 വർഷമായി SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച അക്കാദമിക് മികവ് പുലർത്തുന്ന നെല്ലിക്കുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സാധാരണക്കാരായ കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിൽ നിർണായകമാണെന്ന് ജനപ്രതിനിധികളും രക്ഷിതാക്കളും നാട്ടുകാരും അഭിപ്രായപ്പെട്ടു. വളരെയധികം ഉപകാരപ്രദവും ലളിതവുമായിരുന്നു. കുട്ടികൾ അവരുടെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നിവിടെ ക്രിയേറ്റീവ് ഫെസ്റ്റിൽ അണിനിരത്തിയിരുന്നത്. അതായത് കൃഷി, പാചകം, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം സ്വന്തമായി ടൈലറിങ്, ഗാർഡൻ സെറ്റിംഗ്, അതുപോലെ തന്നെ പെയിൻറ്റിങ്സ്, അങ്ങനെ എല്ലാ നിലയിലും വളരെ വൈഭവം സിദ്ധിച്ച കുട്ടികളെ എനിക്കിന്ന് കാണാനായി. ഞാൻ പഠിച്ച സ്കൂളാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ ഇതുപോലെയുള്ള നൈപുണ്യം, കഴിവുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിന് ഇവിടുത്തെ അധ്യാപകരുടെ പരിശ്രമം അത് വലിയൊരു മുതൽക്കൂട്ടാണ്. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റികളെല്ലാം കണ്ടിരുന്നു. വളരെയേറെ അഭിമാനകരം തോന്നി. നമ്മുടെ സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതി കുട്ടികൾക്ക് വളരെയേറെ ഉപകാരപ്രദമായിട്ടാണ് എനിക്കിത് കാണാൻ കഴിഞ്ഞത്. അതിനുവേണ്ടി പ്രവർത്തിച്ച അധ്യാപകർക്കും വളരെയേറെ